ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവില് സമർപ്പിക്കാനാണ് ഏറ്റിട്ടുണ്ട്. അപ്പം ജൂൺ 5-ന് 4:30 പരിപാടി. അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ പ്രവർത്തനങ്ങള് വളരെ ചെറിയ സ്ഥലങ്ങളില് വളരെ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട്, അതായത് മിയാവാക്കി വനം ജപ്പാനില് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു രീതിയാണ്. അതില് ഒരു ശില്പം ഉണ്ടാക്കാനും നേരിൽ കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ പട്ടണങ്ങളിലെ ഫ്ലാറ്റുകൾ പോലുള്ള നിർമ്മിതി നടക്കുന്നിടത്ത്, വില്ലാസ് പോലുള്ള നിർമ്മിതി നടക്കുന്നിടത്തൊക്കെ അതേപോലുള്ള വനങ്ങൾ നിർബന്ധമായി വെക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഗുരുകുലം ആർട്ട് വില്ലേജ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. ഈ പുരസ്കാരത്തോടനുബന്ധിച്ചുള്ള ചിത്ര പ്രദർശനത്തിന്റെ വിശദ വിവരങ്ങള് ശ്രീ ശിവരാജ് മാവൂര് നിങ്ങളോട് സംസാരിക്കും. ഗുരുകുലം ആർട്ട് വില്ലേജിന്റെ ഡയറക്ടർ ശ്രീ ഗുരുകുലം ബാബു സാർ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. എൻ്റെ പ്രകൃതികർമ്മ ചിത്ര പ്രദർശനത്തിൻ്റെ 10ാമത്തെ സോളോ എക്സിബിഷനാണ് ഈ 5-ാം തീയതി ഗുരുകുലം ആർട്ട് ഗാലറിയിൽ ആരംഭിക്കുന്നത്. അതിൽ 9 എണ്ണം നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. കാരണം 9ഉം പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഇലച്ചാർ രചനകളാണ് ഞാൻ നടത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ഗാലറികളും. അതിന് വ്യത്യസ്തമായി പറഞ്ഞാൽ പ്രകൃതിയിൽ വർണ്ണങ്ങളിൽ നിന്ന് വ്യത്യസ്തം എന്നല്ല, ഒരു പുതിയ പരീക്ഷണം എന്ന നിലയ്ക്ക് പതിമുഖം എന്ന തടിയുടെ കാതൽ ഉപയോഗപ്പെടുത്തി. പതിമുഖ വർണ്ണങ്ങൾ ഇതിനു മുമ്പും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച വർണ്ണം തന്നെയാണ്. പക്ഷെ അത് ഒന്നും തന്നെ ജനകീയവൽക്കരിച്ചുകൊണ്ട് ക്യാൻവാസിലേക്കോ അല്ലെങ്കിൽ മറ്റു പേപ്പറുകളിലേക്കൊന്നും പിന്നെ വരെ വരച്ചിട്ടില്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്.